ശ്രീ പി ബാലചന്ദ്രൻ. സർ, സമുദ്രത്തിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഇപ്പോൾ നിശ്ചിത കാലഘട്ടത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത് വിശദീകരിക്കാമോ? സർ, ഈ വർഷം മത്സ്യസമ്പത്തിൻ്റെ കാര്യത്തിൽ കേരളം വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ രണ്ടാമത് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഉൽപ്പാദനം നടത്തിയ സ്റ്റേറ്റായിട്ട് കേരളം മാറി എന്ന അഭിമാനത്തോട് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായി സർ ധാരാളം പ്രവർത്തനങ്ങൾ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മത്സ്യം ലഭിക്കുന്നതിന് നമ്മളിപ്പോൾ തീരദേശ വികസന കോർപ്പറേഷൻ മുഖേന സംസ്ഥാന പദ്ധതി വിഹിതം ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടൽ കൃത്രിമ പാലുകൾ നിക്ഷേപിക്കുന്ന പദ്ധതി ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തു. 2011-12 സാമ്പത്തിക വർഷം മുതൽ 21-22 വരെ തിരുവനന്തപുരം ജില്ലയിലെ 16 മത്സ്യഗ്രാമങ്ങൾ 4190 കൃത്രിമ പാലുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞു. സർ, ഇതിൻ്റെ ഫലമായി തിരുവനന്തപുരം ജില്ലയിൽ 42 മത്സ്യഗ്രാമങ്ങളിൽ ആകെ 6300 കൃത്രിമ പാലുകൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. 6300 കൃത്രിമ പാലുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുകയും 2700 കൃത്രിമ പാലുകൾ തെരഞ്ഞെടുത്ത മത്സ്യഗ്രാമങ്ങളുടെ നീലക്കടൽ നിക്ഷേപിക്കുകയും ചെയ്തു. ബാക്കിയുള്ളത് നിക്ഷേപിച്ചു വരുന്നു. സാർ, 7.81 കോടി രൂപ കേന്ദ്ര വിഹിതവും 5.208 കോടി രൂപ സംസ്ഥാന വിഹിതവും അടക്കം 13.02 കോടി രൂപ ഇപ്പോൾ ഈ വർഷം ഇതായിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.